Download now. CC Learning app. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ലെനീന. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിന് ചോദിച്ചിട്ടുള്ള PYQ ആണ്. നമുക്കറിയാം എക്സാം വരാൻ പോവാണ്. അപ്പോൾ യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർ ഏതൊരു PSC സിവിൽ എക്സൈസ് ഓഫീസർ മാത്രമല്ല ഏതൊരു PSC കോഴ്സ് ആണെങ്കിലും ഇവിടെ CC ലേണിംഗ് ആപ്പിൽ നമുക്ക് ക്ലാസ്സസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്യണമെന്നാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യുക. 8589083568 ആണ് നമ്പർ. ഈ ഒരു നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ PSC കോഴ്സുകൾക്കുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് CC ലേണിംഗ് ആപ്പിൽ നമുക്ക് ഫ്രീ ആയിട്ട് കാണാവുന്നതാണ്. 1000-ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു നോക്കാനായിട്ട് ഈ ഒരു ആപ്പിൽ നിന്നും പറ്റും. അപ്പൊ പെട്ടെന്ന് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഗൂഗിൾ പ്ലേയിലും ആപ്പ് സ്റ്റോറിലും കയറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ ആപ്പിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസ് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തു നോക്കാനായിട്ട് പറ്റും. ഇതൊക്കെ ഈ ആപ്പിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പൊ CC ലേണിംഗ് ആപ്പ് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. ഏതെങ്കിലും കോഴ്സ് PSC ഇനി അടുത്ത വർഷം LDC വരാൻ പോവാണ്, CPO WCPO എക്സാമിന്റെ ക്രാഷ് ബാച്ചസ് ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ ഏത് കോഴ്സ് വേണമെങ്കിലും VFA അങ്ങനെയുള്ള ഏത് കോഴ്സ് വേണമെങ്കിലും ഇവിടെ നമ്മൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട്, ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ക്ലാസ്സസ് വേണമെന്നാണെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ സയൻസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ന്യൂ ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പുതിയ ബാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആരെങ്കിലും ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 8590202323 എന്നീ നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അപ്പൊ കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടിയുള്ള കൃത്യമായ സിലബസ് വെച്ച് ഡെയിലി ഇത്രയും പോർഷൻ പഠിക്കുന്ന രീതിയിലാണ് നമ്മൾ ബാച്ചസ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. എല്ലാ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാണ് പോർഷൻസ് ഒക്കെ പോകുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സിവിൽ എക്സൈസ് ഓഫീസറിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്, PYQs ആണ് നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 40 ഗ്രാം മീഥേൻ പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രയായിരിക്കുമെന്ന് തന്നിരിക്കുന്ന രാസസമവാക്യത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്തുക. രാസസമവാക്യം എന്താണ്? CH4 + 2O2 gives CO2 + 2H2O. മീഥേൻ കത്തുമ്പോ, കത്തുക എന്ന് പറയുന്ന ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ ആണ്. അപ്പൊ മീഥേൻ കത്തുമ്പോ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആണ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ 1 മോൾ മീഥേൻ കത്താനായിട്ട് 1 മോൾ CO2 ആണ് ആവശ്യം അല്ലെ. 1 മോൾ മീഥേൻ കത്തുമ്പോ 1 മോൾ CO2 ഉണ്ടാവുന്നുണ്ട്. ഒരു മോൾ CH4 മീഥേൻ കത്തുന്ന സമയത്ത് 1 മോൾ ഓഫ് CO2 ആണ് ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 40 ഗ്രാം മീഥേൻ കത്താൻ എത്ര ഗ്രാം CO2 ഉണ്ടാവും? കത്തുമ്പോൾ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ 1 മോൾ CH4 എന്ന് പറയുന്നത് കാർബണിന്റെ അറ്റോമിക് മാസ് 12 ആണ്. 12 + 4 ഹൈഡ്രജന്റെ 1 ആണ്. അപ്പൊ 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ 12 + 4 = 16 ആണ്. 16 ഗ്രാം CH4 കത്താൻ എത്ര മീഥേൻ ആവശ്യമാണ്? 1 മോൾ CO2 എന്ന് പറയുന്നത് 44 ഗ്രാം CO2 ലഭിക്കും. 16 ഗ്രാം CH4 കത്തിയാൽ 44 ഗ്രാം CO2 ആണ് നമുക്ക് ലഭിക്കുക. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം CH4 ആണെങ്കിലോ 1 ഗ്രാം മീഥേൻ കത്തുമ്പോൾ നമുക്ക് എത്ര ഗ്രാം CO2 ലഭിക്കും? 44 / 16 അല്ലേ. 44/16 ഗ്രാം CO2 ലഭിക്കും. 1 ഗ്രാം കത്തുമ്പോൾ ഇത്രയും CO2 ആണ് ലഭിക്കുക. അങ്ങനെയാണെങ്കിൽ 40 ഗ്രാം മീഥേൻ കത്തുമ്പോൾ എത്ര CO2 ലഭിക്കും? 40 ഗ്രാം മീഥേൻ കത്തുമ്പോൾ ലഭിക്കുന്ന CO2 എന്ന് പറയുന്നത് 40 × 44/16 ആണ് വരിക. ഇത്രയും CO2 ആണ് ലഭിക്കുക. അപ്പൊ ഇത് ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 110 ആണ്. 110 ഗ്രാം ആണ് കിട്ടുക. അപ്പൊ 110 ഗ്രാം ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ A ആണ് 110 ഗ്രാം. അപ്പൊ എങ്ങനെയാ കിട്ടിയെന്ന് മനസ്സിലായി. ഇങ്ങനെ ഒരു ഇക്വേഷൻ വെച്ചിട്ട് മോൾ കൺസെപ്റ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഓരോന്നിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കണം ഫസ്റ്റ്. അതിനുശേഷം 1 ഗ്രാം കത്തുമ്പോൾ എത്ര ഉണ്ടാവുന്നുണ്ടെന്ന് നോക്കണം. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ കത്തുമ്പോൾ എത്ര ഉണ്ടാവും എന്ന് നോക്കണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷിക്കാം, ചെയ്ത് പരിശീലിക്കാം.
ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സിവിൽ എക്സൈസ് ഓഫീസർ ക്വസ്റ്റ്യൻ പേപ്പർ റീസെന്റ്ലി ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ അറിയാം. ഈ ഒരു ലൂയിസ് ആസിഡ് 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലൂയിസ് ആസിഡും ലൂയിസ് ബേസും റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ലൂയിസ് ആസിഡ് ഏത്? NH3OH- BCl3Cl-. ഏതാണ് ലൂയിസ് ആസിഡ്? ലൂയിസ് ആസിഡ് ഓപ്ഷൻ സി ആണ്, BCl3 ആണ് ലൂയിസ് ആസിഡ് എന്ന് പറയാൻ പറ്റും. അപ്പൊ എന്താണ് ലൂയിസ് ആസിഡ്, എന്താണ് ലൂയിസ് ബേസ് എന്ന് നോക്കാം. ഫസ്റ്റ് ലൂയിസ് ആസിഡ് ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ മറ്റൊന്നിൽ നിന്നും ഒരു ജോഡി ഇലക്ട്രോണുകളെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ വാങ്ങാൻ കഴിവുള്ള സംയുക്തങ്ങളെയാണ് ലൂയിസ് ആസിഡ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ രാസപ്രവർത്തനം നടക്കുമ്പോൾ ഇലക്ട്രോൺ ജോഡികളെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ളവയാണ് ലൂയിസ് ആസിഡ്സ്. ഇവയിൽ ഇലക്ട്രോണുകളുടെ കുറവുണ്ടായിരിക്കും. അപ്പൊ ഇലക്ട്രോണുകളുടെ കുറവുള്ളത് കൊണ്ടാണല്ലേ ഇലക്ട്രോൺ ജോഡിയെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇലക്ട്രോൺസിന്റെ കുറവുള്ളതൊക്കെ ലൂയിസ് ആസിഡ്സ് ആയിരിക്കും. എക്സാമ്പിൾസ് ആയിട്ട് പറയുമ്പോൾ BF3 ഒരു എക്സാമ്പിൾ ആണ്. BCl3 ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. BCl3, BF3, AlCl3 അലൂമിനിയം ക്ലോറൈഡ്, H+, Fe3+, Zn2+ എന്നിങ്ങനെയുള്ള പോസിറ്റീവ് അയോണുകൾ മറ്റ് എക്സാമ്പിൾസ് ആണ്. SO3 മറ്റൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത്രയും ഓപ്ഷൻസ് ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ പോസിറ്റീവ് ചാർജ് ഉള്ളതൊക്കെ എന്തായിരിക്കും? ലൂയിസ് ആസിഡ്സ് ആയിരിക്കും. പോസിറ്റീവ് ചാർജ് എങ്ങനെയാ വരുന്നത്? ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കുമ്പോഴാണ് പോസിറ്റീവ് ചാർജ് വരിക. ഇലക്ട്രോൺ വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ് അല്ലെ, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. അപ്പൊ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുമ്പോൾ പോസിറ്റീവ് ചാർജ് വരും, പോസിറ്റീവ് അയോണുകളായിട്ട് മാറും. ഈ പോസിറ്റീവ് അയോണുകളൊക്കെ എന്തായിരിക്കും? ലൂയിസ് ആസിഡ്സ് ആണ്. ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്താൽ പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറും. പോസിറ്റീവ് ചാർജ് ഉള്ളതൊക്കെ ലൂയിസ് ആസിഡുകളാണ്. അപ്പൊ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഉള്ളതൊക്കെ ലൂയിസ് ആസിഡ് ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഈ ഒരു എക്സാമ്പിൾസും പഠിച്ചു വെക്കുക. അടുത്തതായിട്ട് ലൂയിസ് ബേസ് എന്താ നോക്കാം. ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു ജോഡി ഇലക്ട്രോണുകളെ വിട്ടു നൽകാൻ കഴിവുള്ള സംയുക്തങ്ങളെയാണ് ലൂയിസ് ബേസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നത് ആരാ? ഇലക്ട്രോൺസ് കൂടുതലുള്ളവരാണ് അല്ലെ. അപ്പൊ ഇവരുടെ കയ്യിൽ, ലൂയിസ് ബേസിന്റെ കയ്യിൽ ഇലക്ട്രോൺ ജോഡികൾ എക്സ്ട്രാ ഉണ്ടായിരിക്കും. ഇലക്ട്രോൺ ജോഡികൾ കാണും. ഈ ഇലക്ട്രോൺ ജോഡിനെ വിട്ടുകൊടുക്കാൻ കഴിയുന്നവരാണ് ലൂയിസ് ബേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവയിൽ പങ്കുവെക്കാത്ത ഒരു ജോഡി ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും. ഇലക്ട്രോൺ ജോഡികൾ കാണുന്നവയായിരിക്കും ലൂയിസ് ബേസ്. എക്സാമ്പിൾ ആയിട്ട് അമോണിയ, NH3, വാട്ടർ, H2O, OH- അയോണുകളൊക്കെ എന്താണ്? ലൂയിസ് ബേസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നെഗറ്റീവ് ചാർജുള്ള അയോണുകളൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ലൂയിസ് ബേസിന് എക്സാമ്പിൾ ആണ്. നെഗറ്റീവ് ചാർജുള്ള അയോൺസ്, കാരണം നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഇലക്ട്രോൺസ് ആണ് അല്ലെ, ഇലക്ട്രോണുകളാണ്. NH3യിലും H2Oയിലും ഒക്കെ, വാട്ടറിലും അമോണിയയിലും ഒക്കെ എന്താണ്? എക്സ്ട്രാ ഇലക്ട്രോൺ ജോഡികൾ കാണപ്പെടുന്നുണ്ട്. പങ്കുവെക്കാത്ത ഇലക്ട്രോൺ ജോഡികൾ കാണപ്പെടുന്നുണ്ട്. അപ്പൊ അതൊക്കെ ലൂയിസ് ബേസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. X ഒരു 2ാം ഗ്രൂപ്പ് മൂലകവും Y ഒരു 17ാം ഗ്രൂപ്പ് മൂലകവുമാണെങ്കിൽ Xഉം Yയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എന്തായിരിക്കും? അപ്പോ X എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രൂപ്പ് മൂലകമാണ് അല്ലെ. 2ാമത്തെ ഗ്രൂപ്പ് ആണെങ്കിൽ Xന്റെ സംയോജകത എത്രയാ? Xന്റെ വാലൻസി അല്ലെങ്കിൽ സംയോജകത എന്ന് പറയുന്നത് 2 ആയിരിക്കും അല്ലെ. 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുക. വാലൻഷ്യൽ ഇലക്ട്രോണിന്റെ എണ്ണം 2ാം ഗ്രൂപ്പ് ആയതുകൊണ്ട് വാലൻഷ്യൽ ഇലക്ട്രോണിന്റെ എണ്ണം 2 ആയിരിക്കും. ആ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനാണ് നോക്കുക. അപ്പോ സംയോജകത 2 ആണ്. ഇനി Y ആണെങ്കിൽ 17ാം ഗ്രൂപ്പ് മൂലകമാണ്. Y 17ാം ഗ്രൂപ്പിലാണ് വരുന്നത്. അപ്പൊ Yയുടെ സംയോജകത എന്ന് പറയുന്നത് 17 ആണ്. അപ്പൊ 17ാം ഗ്രൂപ്പ് ആയതുകൊണ്ട് വാലൻഷ്യൽ ഇലക്ട്രോണിന്റെ എണ്ണം 7 ആയിരിക്കും. അപ്പൊ അതിന്റെ സംയോജകത 1 ആണ്. 17ാം ഗ്രൂപ്പ് ആയതുകൊണ്ട് വാലൻഷ്യൽ ഇലക്ട്രോണിന്റെ എണ്ണം 7 ആണ്. അപ്പൊ ഒരു ഇലക്ട്രോണും കൂടെ കിട്ടിയാൽ 8 ഇലക്ട്രോൺ കംപ്ലീറ്റ് ആയി, ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി. അപ്പൊ അതിന്റെ സംയോജകത അല്ലെങ്കിൽ വാലൻസി എന്ന് പറയുന്നത് Yയുടെ 1 ആണ്. അപ്പോ 2 ഇലക്ട്രോൺ X വിട്ടുകൊടുക്കുമ്പോ 1 ഇലക്ട്രോൺ ആണ് Y സ്വീകരിക്കുന്നത് അല്ലെ. Yക്ക് 1 ഇലക്ട്രോണിനെയാണ് സ്വീകരിക്കാൻ പറ്റുക, കാരണം Yയുടെ സംയോജകത 1 ആണ്. 1 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 2 ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് എത്ര Y വേണം? 2 Y അവിടെ ആവശ്യമാണ് അല്ലെ. അപ്പൊ 2 Y ആവശ്യമാണ്. അതുകൊണ്ട് XY2 ആണ് ഈ ഒരു സംയുക്തത്തിന്റെ ഫോർമുല വരുന്നത്. രാസസൂത്രം എന്താണ് വരിക? XY2 ആണ് വരിക. 2 ഇലക്ട്രോൺ X വിട്ടുകൊടുത്താൽ
രണ്ട് ഇലക്ട്രോണിനെയും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവിടെ ഒരു y മാത്രം പോരാ, 2 y വേണം. അതുകൊണ്ട് XY2 ആണ് ഓപ്ഷൻ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, XY2. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന 2 പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1, സ്റ്റീൽ ഒരു ലോഹമാണെന്നാണ്. സ്റ്റീൽ ഒരു ലോഹമാണോ? അല്ല, തെറ്റാണ് അല്ലെ? പ്രസ്താവന 1 തെറ്റാണ്. സ്റ്റീൽ ലോഹമല്ല, ലോഹസങ്കരമാണ് സ്റ്റീൽ. ഇനി പ്രസ്താവന 2, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹസങ്കരമാണ്. അത് ശരിയാണ്. പ്രസ്താവന 2 ശരിയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് ലോഹസങ്കരമാണ്. സ്റ്റീലും ഒരു ലോഹസങ്കരമാണ്. സ്റ്റീൽ എന്ന് പറയുന്നത് അയേണും കാർബണും കൂടി ചേർന്നിട്ടുള്ള ലോഹസങ്കരമാണ് സ്റ്റീൽ. അപ്പൊ അത് കറക്റ്റ് ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുമ്പോഴോ അയേണും കാർബണും, അയേണും അതിന്റെ കൂടെ ക്രോമിയം ഒക്കെ ചേർന്നിട്ടാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ടാക്കുന്നത്. മെയിൻ ആയിട്ട് ക്രോമിയം ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് രണ്ടും ലോഹസങ്കരമാണ്. അപ്പൊ ഓപ്ഷൻ എന്താണ് വരുന്നത്? 1 തെറ്റും 2 ശരിയുമാണ് അല്ലെ? അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1 തെറ്റും 2 ശരിയുമാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ലായനിയുടെ pH മൂല്യം 3 ആണെങ്കിൽ അതിന്റെ ഹൈഡ്രോണിയം അയോൺ ഗാഢത എത്രയായിരിക്കും? വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. pH മൂല്യം റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ലായനിയുടെ pH വാല്യൂ തന്നിട്ടുണ്ട്, അത് 3 ആണ്. അപ്പൊ അതിന്റെ ഹൈഡ്രോണിയം അയോൺ ഗാഢതയാണ് ക്വസ്റ്റ്യൻ. ഹൈഡ്രോണിയം അയോൺ ഗാഢത 1 × 10⁻³ മോളാർ ആണ് വരിക. 1 × 10⁻³ മോളാർ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് കിട്ടുന്നത്. pH എന്നത് ഹൈഡ്രോണിയം അയോൺ ഗാഢതയുടെ നെഗറ്റീവ് ലോഗരിതമാണ്. pH എന്താണ്? ഹൈഡ്രോണിയം ഗാഢതയുടെ, അയോൺ ഗാഢതയുടെ നെഗറ്റീവ് ലോഗരിതം. ഇതാണ് pH ന്റെ ഇക്വേഷൻ. pH = -log കോൺസെൻട്രേഷൻ ഓഫ് H3O+ ആണ്. ഈ ബ്രാക്കറ്റിൽ H3O+ എന്ന് പറയുന്നത് അതിന്റെ കോൺസെൻട്രേഷൻ ആണ്, ഗാഢതയാണ്. H3O+, ഹൈഡ്രോണിയം അയോൺ ആണ് H3O+. അതിന്റെ ഗാഢതയാണ് ഈ ബ്രാക്കറ്റിൽ, സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടുന്നത്. ഇപ്പം നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രോണിയം അയോണിന്റെ കോൺസെൻട്രേഷൻ ആണ് എന്ത്? pH വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഹൈഡ്രോണിയം അയോൺ ഗാഢതയാണ് നമുക്ക് ക്വസ്റ്റ്യൻ. ഗാഢത കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ ഒരു H3O+, ബ്രാക്കറ്റിൽ H3O+ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് H3O+ = pH = -log H3O+ കോൺസെൻട്രേഷൻ ആയതുകൊണ്ട് H3O+ = 10⁻⁻⁻ pH ആണ് വരിക. 10⁻⁻ pH വരും. അപ്പൊ pH = 3 ആണ് ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ. നമുക്ക് pH വാല്യൂ 3 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 3 ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് H3O+ = 10⁻⁻ pH ന് പകരം 10⁻³ മോളാർ ആണ് ആൻസർ. 10⁻³ മോളാർ കിട്ടി. അങ്ങനെയാണ് ഈ ഒരു ആൻസർ കിട്ടിയത്. അപ്പൊ ഇവിടെ 1 × 10⁻³ മോളാർ ആണ് ആൻസർ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അതിൽ നിന്നും H3O+ന്റെ ഗാഢത കാണാനുള്ള ഇക്വേഷനും പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ. ദ്വൈത സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ ആണ് അല്ലെ? പദാർത്ഥ കണികളുടെ ദ്വൈത സ്വഭാവം, ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ ആദ്യമായി കൊണ്ടുവന്ന ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ, മാക്സ്വെൽ, ഡി ബ്രോഗ്ലി, ഹെൻറിച്ച് ഹെർട്സ്. ആരാണ്? ഡി ബ്രോഗ്ലി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഡി ബ്രോഗ്ലി ആണ് ദ്വൈത സ്വഭാവം അല്ലെങ്കിൽ ഡ്യുവൽ ബിഹേവിയർ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടാത്തവ ഏത്? ലോഹങ്ങളിൽ പെടാത്തത് ഏതെന്ന്. ഓപ്ഷൻ എ സോഡിയം, ലിഥിയം, പൊട്ടാസ്യം, 3 ലോഹങ്ങളാണ്. ഓപ്ഷൻ ബി ജെർമേനിയം, സിലിക്കൺ, ബോറോൺ. ഇത് ലോഹങ്ങളല്ല. ഇത് 3 എന്താണ്? ഉപലോഹങ്ങളാണ്. ഉപലോഹങ്ങൾ, മെറ്റലോയിഡ്സ് എന്ന് പറയും. മെറ്റലോയിഡ്സ് ആണ് ജെർമേനിയം, സിലിക്കൺ, ബോറോൺ എന്ന് പറയുന്നത്. ലോഹങ്ങളുടെ സ്വഭാവവും അലോഹങ്ങളുടെ സ്വഭാവവും കാണിക്കുന്നതാണ് ഉപലോഹങ്ങൾ. ഓക്കെ, ഓപ്ഷൻ സി ബെർലിയം, മഗ്നീഷ്യം, സ്ട്രോൺഷ്യം 3 ലോഹങ്ങളാണ്. ഓപ്ഷൻ ഡി ബാരിയം, അലൂമിനിയം, ലെഡ്, അത് 3 ലോഹങ്ങളാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ജെർമേനിയം, സിലിക്കൺ, ബോറോൺ, ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ് ഷെല്ലുകളുടെ ഇടത് വശത്ത് ചേർക്കുന്ന സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എങ്ങനെയാണ്? 2s 2p 1s 1 2 അങ്ങനെയൊക്കെയാണ് എഴുതുക അല്ലെ? അപ്പൊ ഈ ഒരു സബ് ഷെൽസ് ആണ് എസും പിയും ഒക്കെ. ഇതിന്റെ സൈഡ് ഇടതുവശത്ത് വരുന്ന സംഖ്യ, ഇടതുവശത്ത് വരുന്നത് ഈ ഒരു 2 സൂചിപ്പിക്കുന്ന എന്തിനാ? ഈ 2 സൂചിപ്പിക്കുന്നത് ഷെൽ നമ്പറിനെയാണ് അല്ലെ? ഷെല്ലുകളുടെ നമ്പർ ആണ് ഷെൽ നമ്പർ. അപ്പൊ ഷെൽ നമ്പർ n എന്നാണ് സൂചിപ്പിക്കുക. പ്രിൻസിപ്പൽ കോണ്ട് നമ്പർ 1 ആണെങ്കിൽ k ആയിരിക്കും,
2 ആണെങ്കിൽ L ആയിരിക്കും, 3 ആണെങ്കിൽ M ആയിരിക്കും, 4 ആണെങ്കിൽ N ആയിരിക്കും. ഇങ്ങനെയാണ് ഷെൽ നമ്പർ പോകുന്നത്. അപ്പൊ ഇവിടെ ഇടതുവശത്തായിട്ട് സബ്ഷെൽസിന്റെ ഇടതുവശത്തായിട്ട് കാണുന്നത് ഷെൽ നമ്പർ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ഷെൽ നമ്പർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹസങ്കരമായ അൽനിക്കോയിൽ അടങ്ങിയിട്ടില്ലാത്ത മൂലകം ഏത്? അൽനിക്കോ എന്ന് പറയുമ്പോൾ ആ ഒരു പേരിൽ തന്നെ ഉണ്ട്, അൽനിക്കോ. ഏതൊക്കെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന മൂലകം? അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, അയൺ. ഇത് 4ഉമാണ് ഇതിന്റെ അകത്ത്. ഈ ഒരു അൽനിക്കോ, അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇതിന്റെ കൂടെ Fe കൂടെ വരും, അയണും കൂടെ വരും. ഇതാണ് മെയിൻ ആയിട്ട് അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഇതിൽ അടങ്ങിയിട്ടില്ലാത്ത ലോഹം ഏതാ? അലൂമിനിയം, അയൺ, നിക്കൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ക്രോമിയം ആണല്ലേ ഇല്ലാത്തത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അൽനിക്കോയിൽ ഇല്ലാത്ത മൂലകം ക്രോമിയം ആണ്, ക്രോമിയം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് സയൻസിൽ നിന്നും സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിന് പ്രതീക്ഷിക്കേണ്ടത്. കെമിസ്ട്രിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇത്രയും ഈ ഒരു ലെവൽ കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണല്ലേ. സാധാരണ PSC എക്സാമിന് വെച്ച് നോക്കുമ്പോൾ കുറച്ചൊരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് സയൻസിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് +2 ലെവൽ സിലബസും കൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ന്യൂ ബാച്ചസ്, സിവിൽ എക്സൈസ് ഓഫീസറുടെ ന്യൂ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡെയിലി ലൈവ് ക്ലാസ്സസോട് കൂടിയിട്ടുള്ള ബാച്ച് ആയിരിക്കും. ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ 8590202323 എന്നീ നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അപ്പൊ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വേഗം തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ഡെയിലി ലൈവ് ക്ലാസ്സും മെന്റർഷിപ്പ് സപ്പോർട്ട് കൂടിയുള്ള ക്ലാസ്സും ആണ്. നിങ്ങളിപ്പോ വേറെ ജോലിക്ക് പോയിക്കൊണ്ട് പഠിക്കുന്നവരാണെങ്കിലൊക്കെ നമുക്ക് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ മെന്ററിന്റെ സപ്പോർട്ട് കൂടിയുള്ള ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക, ജോയിൻ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്